എക്സാമിന് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ക്വസ്റ്റ്യൻ സീരീസിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണിത് അല്ലേ. നിങ്ങൾ ആദ്യത്തെ ഭാഗം കണ്ടില്ലെങ്കിൽ എന്തായാലും കാണണം. അതിൽ ഞാൻ ഇതിന്റെ 2 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് അതേപോലെ തന്നെ 2 ക്വസ്റ്റ്യൻ ആണ്. ഏതാ ചാപ്റ്റർ? വാട്ടർ. ആരാ പ്രഡിക്റ്റ് ചെയ്യുന്നത്? ഈ ഞാൻ തന്നെ. ഞാൻ വീണ്ടും പറയുന്നു, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. ഞാൻ റിസർച്ച് നടത്തിയിട്ട് ഇതിനുള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ എവിഡൻസ് ബേസ്ഡ് ആണ്, പ്രൂഫ് ഉണ്ട്, വെറുതെ പറയല്ല. പ്രീവിയസ് പേപ്പേഴ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് മാത്രമല്ല, നമുക്കിനി അടുത്ത എക്സാമിന് എന്ത് ചോദിക്കാം എന്നുള്ള ആ ഒരു ഗസ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഗൈസ്, നോക്കടാ കഠിനജലം മൃദുജലം നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കേണ്ടതാണ്, ചോദിക്കുന്നതാണ്. സോഫ്റ്റ് വാട്ടർ ആൻഡ് ഹാർഡ് വാട്ടർ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയണം മക്കളെ. സോഫ്റ്റ് വാട്ടർ ഉണ്ട്, ഹാർഡ് വാട്ടർ ഉണ്ട്. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താ ചോദിക്കുക? ബീക്കർ 1, ബീക്കർ 2, രണ്ടിലും ജലമെടുത്തു. ഒന്നിൽ നമ്മൾ എന്ത് ചെയ്തു? സോപ്പ് കലക്കി നോക്കി, പക്ഷെ കലങ്ങിയില്ല. മറ്റേത് സോപ്പ് കലങ്ങുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ പറയണം മക്കളെ, ഹാർഡ് വാട്ടർ ആണെങ്കിൽ അതിൽ സോപ്പ് കലരൂല, സോപ്പ് പതയൂല. കലരുകയല്ല, പതയുക, ലേദർ ഫോം ചെയ്യുക. മക്കളെ കറക്റ്റ് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് പറയാം സോഫ്റ്റ് വാട്ടർ ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ മക്കളെ? യെസ്, സോപ്പിൻ്റെ ലേദർ ഫോം ചെയ്യുള്ളൂ. അപ്പം മക്കളെ നമ്മൾ ചോദിച്ചു, ഹാർഡ് വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം എന്ത്? നമ്മൾ പറയണം മഗ്നീഷ്യം, കാൽസ്യം എന്നിവയുടെ ലവണങ്ങൾ, എന്നിവയുടെ സാൾട്ടുകൾ. ക്ലിയർ ആണ്? ഓക്കെ ആണ്. ആൻഡ് അടുത്ത ഭാഗം മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും 3 തരത്തിലുള്ള ലവണങ്ങളുണ്ട്. ഒന്നുകിൽ ബൈകാർബണേറ്റ് സാൾട്ട് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക സൾഫേറ്റ് സാൾട്ട് ആവാം അല്ലേ. അതുമല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, ക്ലോറൈഡ് സാൾട്ട് ആവാം. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ഓർത്ത് വെക്കണേ. സോ നോക്കാം, സോപ്പ് പതയാത്ത ജലത്തെ കഠിനജലം എന്ന് പറയാം, ഹാർഡ് വാട്ടർ എന്ന് പറയാം. ഓക്കെയാണ്. ഇനി മക്കളെ, ഹാർഡ്നെസ് 2 തരത്തിലുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഹാർഡ്നെസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്, താൽക്കാലിക മാത്രമായ കാഠിന്യം. മറ്റേതോ പെർമനന്റ് ഹാർഡ്നെസ്. എന്താ പെർമനന്റ്? അത് സ്ഥിരമായ കാഠിന്യം. സ്ഥിരമായ കാഠിന്യത്തിന് കാരണം മക്കളെ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഓർത്ത് വെക്കുക. സ്ഥിരമായ കാഠിന്യത്തിന് കാരണം ഞാൻ പറയാം, ശ്രദ്ധിക്കണേ. മഗ്നീഷ്യം, കാൽസ്യം ലവണങ്ങൾ തന്നെയാണ് അല്ലേ. മഗ്നീഷ്യം അല്ലെങ്കിൽ കാൽസ്യം ലവണങ്ങൾ തന്നെയാണ്. പക്ഷെ സ്ഥിരമായ കാഠിന്യത്തിന് കാരണം ഒന്നുകിൽ സൾഫേറ്റ് ലവണങ്ങൾ, അല്ലെങ്കിൽ ക്ലോറൈഡ് ലവണങ്ങൾ. ക്ലോറൈഡ് ആരുടെ? ഒന്നുകിൽ കാൽസ്യം സൾഫേറ്റ്, അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ്, അതല്ലെങ്കിൽ ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്, അല്ലെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ ഈ 4 സാൾട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ തന്നെ അത് ഏത് ഹാർഡ്നെസ് ആവും മക്കളെ? പെർമനന്റ് ഹാർഡ്നെസ് ആകും, സ്ഥിര കാഠിന്യമായിട്ട് മാറും. ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് സാറേ, ഞാൻ പറയാം ടെമ്പററി ഹാർഡ്നെസ് മക്കളെ, അവിടെയും മഗ്നീഷ്യം കാൽസ്യം ലവണങ്ങൾ തന്നെയാണ്. മഗ്നീഷ്യം അല്ലെങ്കിൽ കാൽസ്യം ലവണങ്ങൾ തന്നെയാണ്, പക്ഷേ ബൈകാർബണേറ്റ്സ് ആണ്. അപ്പോൾ മഗ്നീഷ്യം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ്, ഈ 2 ലവണങ്ങൾ ഏതെങ്കിലും ഒന്നുകൊണ്ടുണ്ടായ കാഠിന്യമാണെങ്കിൽ അത് പെർമനന്റ് ആണ്. പെർമനന്റ് കാഠിന്യം, പെർമനന്റ് ഹാർഡ്നെസ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം? ബൈ ഹീറ്റിംഗ്, അല്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ചാൽ അല്ലേ, ബോയിൽ ചെയ്താൽ ഇത് പോയി കിട്ടും. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ, വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നവർ എന്തൊക്കെയാണ്? നമുക്ക് പറയാം അല്ലേ, പെസ്റ്റിസൈഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. എന്താ പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ? യെസ്, കീടനാശിനികൾ. പിന്നെയോ രാസവളങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിറ്റർജൻറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അമിതമായ ഡിറ്റർജൻറ്റുകൾ യൂസ് ചെയ്താൽ വാട്ടർ പൊല്യൂഷൻ ആകുന്നുണ്ട്. പിന്നെയോ എന്താ പറയുക, കീടനാശിനികൾ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറിനെ പൊല്യൂട്ടർ ആക്കുന്നു. ആൻഡ് ഈ പൊല്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. ഇതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ എത്ര തവണ ചോദിച്ചാൽ മക്കളെ, എത്രയോ തവണ ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? ചോദിച്ചുകൊണ്ടേയിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ്. പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക. ആൻഡ് താങ്ക് ഗോഡ്. ടാറ്റ, ബൈ, സീ യു.